അള്ളാഹുവിനോട് തൻ്റെ അടിമ എന്ത് ചോദിച്ചാലും അള്ളാഹുവിനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരടിമ അള്ളാഹുവിനോട് എത്ര പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചോദിച്ചാലും അള്ളാഹുവിനിക്ക് വലിയ ഇഷ്ടമാണ് അടിമയോട്. എത്രത്തോളം ചോദിക്കുന്നുണ്ടോ അത്രത്തോളം അടിമയോട് അള്ളാഹുവിന് ഇഷ്ടം കൂടുക എന്നല്ലാതെ ഒട്ടും കുറയുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഓരോ ദിവസവും ഒരു പ്രധാനപ്പെട്ട സമയമുണ്ട്. ആ പ്രധാനപ്പെട്ട സമയത്ത് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയും എൻ്റെ അടിമ എന്നോട് എന്താണ് ചോദിക്കുന്നത് അതിലേക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അള്ളാഹു ആ ഒന്നാം ആകാശത്ത് നിന്ന് പറയുന്ന ഒരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്ത് അടിമ എന്ത് ചോദിച്ചാലും അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്നും ഒട്ടും കുറയുകയുമില്ല. മാത്രവുമല്ല അള്ളാഹുവിനേക്ക് അടിമയോട് ഇഷ്ടം കൂടുകയുള്ളൂ. ചില കാര്യങ്ങൾ എന്നും ചോദിക്കും, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ചോദ്യങ്ങൾക്കും നമുക്ക് ഒരുപാട് കൂലികൾ തരുന്നുണ്ട്. അള്ളാഹു നമ്മെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കുടുംബബന്ധം മുറിക്കുക, മോശപ്പെട്ട കാര്യങ്ങൾ, ദുഷിച്ചതായ കാര്യങ്ങൾ ചോദിക്കുക. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ എന്തു തന്നെ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാലും അള്ളാഹു ഒന്നിരിക്കൽ അതിന് ഉത്തരം നൽകും. അതല്ലെങ്കിൽ അതിനേക്ക് അള്ളാഹു പകരമായി ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അള്ളാഹു ചില ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സദസ്സിൽ നിന്നും ഒരാൾ എണീറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് ഗുണവും നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ നന്നാകാൻ വേണ്ടി നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ ഹൃദയമൊക്കെ ശുദ്ധിയാകാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അള്ളാഹു നമ്മെ കൂടുതൽ ഇഷ്ടപ്പെടുകയും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യും. ഇതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രിയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.